The Bible says the righteousness of God is revealed, meaning God is a righteous God, and when you trust Him, you become His righteousness. ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തുന്നു സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശു കർത്താവിലൂടെ ദൈവത്തിന്റെ ആ നീതിയിൽ നിങ്ങൾ ആശ്രയിക്കുമ്പോൾ ദൈവത്തിന്റെ നീതിയെ ലോകത്ത് വെളിപ്പെടുത്തുന്ന ഒരു മുഖാന്തരമായി നിങ്ങളെ ദൈവം. And then the Bible says by faith of faith. അവിടെ പറയാണ് വിശ്വാസത്താലും വിശ്വാസത്തിനായും. Meaning to say this is for all. You can. That is why the Bible says for all. Everkum. You can take it by faith, and when you take it by faith, the faith of God comes into you. അതുകൊണ്ടാണ് ആ ഭാഗത്ത് ഇത് ഏവർക്കുമുള്ളതാണ്, യഹൂദനോ യവനനോ ഒന്നും വ്യത്യാസമല്ല, ഏവർക്കുമുള്ളതാ. ആകയാൽ നിങ്ങൾ വിശ്വാസത്താൽ ക്രിസ്തുവിന്റെ രക്ഷയെ ഏറ്റെടുക്കുമ്പോൾ ദൈവത്തിന്റെ വിശ്വാസം അത് അങ്ങോട്ട് വിശ്വസിക്കുമ്പോൾ അവിടുത്തെ വിശ്വാസം നമ്മുടെ അകത്തേക്ക് വരികയാണ്. And that faith makes you so bold. The faith gives you assurance. You don't become greedy. You don't hate anyone, because that faith gives you an assurance that God is your God who takes care of you. ഈ വിശ്വാസം നിങ്ങളുടെ അകത്ത് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഗ്രീഡിനെസ്, അത്യാഗ്രഹം, എങ്ങനെങ്കിലും പിടിച്ചു പറിക്കണം, അത് മാറുകയാണ്. എനിക്ക് എല്ലാവരെയും എൻ്റെ സഹോദരന്മാരായി കാണാൻ പറ്റുന്നു, മാത്രമല്ല എനിക്ക് ഭാരങ്ങളുമില്ല. എന്നെ പുലർത്തുന്ന ഒരു കർത്താവുണ്ടെന്ന് സുവിശേഷം എനിക്ക് ഉറപ്പു തരുന്നു. That is why the Bible says the light of the gospel of Christ does not say Jesus, Christ, meaning the anointing, the power, the light, the glory which was working in Jesus now is shining and ready to come into us. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവതേജസ്, ക്രിസ്തുവിന്റെ തേജസ് എന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ ഉള്ളിൽ ഇരുന്ന ആ പ്രകാശം, സകലത്തെയും കാണാനുള്ള വെളിച്ചം ഇന്ന് എന്റെ അകത്ത് വന്നിരിക്കുകയാണ്.